ഹലോ എവ്രിവൺ, നമസ്കാരം. വിനിയാണ്. സിറ്റുവേഷൻ, ബാക്ക്ഗ്രൗണ്ട് എല്ലാം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ നാട്ടിലാണ്. ഒരു എമർജൻസി ആയിട്ടാണ് നാട്ടിലേക്ക് വന്നത്. ചൊവ്വാഴ്ച ഞാൻ ബുധനാഴ്ച രാവിലെ പുലർച്ചെയാണ് നാടെത്തുന്നത്. എമർജൻസി ആയിട്ടാണ് എത്തുന്നത്. സോ ഇപ്പോൾ നമ്മളുള്ളത് കോയമ്പത്തൂരാണ്. എമർജൻസി ആയിട്ടെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സിറ്റുവേഷൻ കാണുമ്പോൾ മനസ്സിലാവും ഞാൻ ഹോസ്പിറ്റലിലാണ്. അപ്പോൾ അമ്മയ്ക്കാണ്. ഞാൻ ഡീറ്റെയിലും കാര്യങ്ങളും എല്ലാം തന്നെ ഞാൻ പിന്നീട് എല്ലാം ഒന്ന് സെറ്റിൽ ഡൗൺ ആയി എന്ന് കാണുന്ന സമയത്ത് ഞാൻ എന്തായാലും നിങ്ങളെ അറിയിക്കാതെ എന്തായാലും ഇരിക്കില്ല. എനിക്ക് അറിയാം, എൻ്റെ വീഡിയോസോ ഇല്ലെങ്കിൽ അടുപ്പിച്ച് കാര്യങ്ങളൊന്നും കാണാതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് നിങ്ങൾ അന്വേഷിക്കും. അത് ഞാൻ ആരെങ്കിലും പറഞ്ഞ് അറിയുന്നതിനെക്കാട്ടിലും നല്ലതാണ് ഞാനായിട്ട് തന്നെ നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രമാത്രം മനസ്സിലാക്കുക. നമ്മൾ ഓരോരുത്തർക്കും ജീവിതത്തിൽ ഒരു ഘട്ടം വരും, നമ്മുടെ പാരൻസിൻ്റെ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എമർജൻസി ആയിട്ട് ഫ്ലൈ ചെയ്യേണ്ട ഒരു ഘട്ടം വരും. അങ്ങനെ ഒരു സിറ്റുവേഷൻ എനിക്കും വന്നിരിക്കുകയാണ്. ആൻഡ് ഞാൻ എത്തി, കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാനിപ്പോൾ കോയമ്പത്തൂരാണ്, ഗംഗ ഹോസ്പിറ്റലിലാണ്. സോ ഇപ്പോൾ വരയ്ക്കും സിറ്റുവേഷൻ എങ്ങനെയെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ഓക്കെ, അത്രേ പറയാൻ പറ്റുള്ളൂ. ഇനിയും ഫേർദറായിട്ട് ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകാനുണ്ട്, ഒരുപാട് ദിവസങ്ങൾ. ഞാൻ എന്തായാലും അപ്ഡേറ്റഡ് ആയിട്ടുള്ള രീതിയിലും അപ്ഡേഷൻ എന്നുള്ള രീതിയിലും എന്ത് പറ്റി എന്നുള്ള രീതിയിലും എല്ലാം തന്നെ ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഇത്രമാത്രം. എന്തേ കണ്ടില്ല എന്ന് ചോദിക്കുന്ന ആൾക്കാരോട് റീസൺ ഇതാണ്. പെട്ടെന്നെല്ലാം ഇട്ടെറിഞ്ഞിട്ട് വരേണ്ട ഒരു സ്ഥിതിയായിരുന്നു. പക്ഷേ സിറ്റുവേഷൻസ് അവിടെ എല്ലാം പ്രോപ്പറാക്കിയിട്ടാണ് വന്നത്. മനു ഉള്ളതുകൊണ്ട് മനുവും കിച്ചു പിന്നെ കണ്ണേട്ടനും എല്ലാവരും മാനേജ് ചെയ്യുന്നു. ഞാൻ ഇവിടുത്തെ സിറ്റുവേഷൻ മാനേജ് ചെയ്യുന്നു. നമ്മൾ ഓരോരുത്തർക്കും ജീവിതത്തിൽ ഇങ്ങനൊരു സിറ്റുവേഷൻ വരും. അത് നമ്മുടെ റിലേറ്റീവ്സിനാവാം, കൂടെ പിറന്നവർക്കാവാം, നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനാവാം. ഏറ്റവും കൂടുതൽ വേദന വരുന്നത് നമ്മൾക്ക് നമ്മുടെ പാരൻസിന് വരുമ്പോഴാണ്. അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരുടെയും പ്രാർത്ഥന ഉണ്ടാവണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സോ വി ആർ ഗോയിങ് ത്രൂ ഇറ്റ് ആൻഡ് ഐ എം 100% ഷുവർ നമ്മളിന്ന് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ തന്നെ വരുമെന്ന് വിചാരിക്കണം. സോ ഓട്ടം, ഹോസ്പിറ്റലിൻ്റെ ഓട്ടം, ബഹളം, കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അമ്മ അതിൻ്റെ ഉള്ളിലാണ്. ഞാൻ എല്ലാം വിശദമായിട്ട് കാര്യങ്ങളെല്ലാം പറയാം. ഓക്കെ, സോ ടിൽ ദെൻ എനിക്ക് കുറച്ച് സമയം തരിക. നിങ്ങളുടെ ഓരോരുത്തരുടെ പ്രാർത്ഥനയിലും ഇൻക്ലൂഡ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.